നെല്ല് കണ്ടോ? നിറത്തിൽ നല്ല ഒരുപാട് വ്യത്യാസമുള്ളൊരു നെല്ലിനമാണിത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആരോഗ്യമുള്ളൊരു തലമുറ ഉണ്ടായി വരണം. ആരോഗ്യമുള്ള തലമുറ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആരോഗ്യമുള്ള അമ്മമാരിലാണ് ആരോഗ്യമുള്ള തലമുറകൾ ഉണ്ടായി വരിക. എപ്പോഴും അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കവികളായിക്കോട്ടെ, എഴുത്തുകാരോ ആയിക്കോട്ടെ, അമ്മ എന്ന് പറയുന്നതിന് വല്ലാത്തൊരു സ്ഥാനമാണ് നൽകുന്നത്. എപ്പോഴും സ്ത്രീകൾക്ക് ഭാരതീയ സങ്കല്പം അനുസരിച്ചോ ഏതൊരു നാട്ടിലോ ആയിക്കോട്ടെ, സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട്. എല്ലാവർക്കും ഏതൊരു ദൈവങ്ങൾ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഏതൊരു ദൈവത്തിനേക്കാളും മുകളിലാണ് നമ്മുടെ അച്ഛനമ്മമാരിയ്ക്കുന്നത്. അതിൽ തന്നെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ്. അവിടെയും അമ്മ തന്നെയാണ് ആദ്യം നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അമ്മമാർക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്? തീർച്ചയായും പറയാം, അവരുടെ ആ ഒരു പുതിയ തലമുറയെ നൽകാനുള്ള ആ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അമ്മമാർ സ്ത്രീകൾ എത്രത്തോളം നന്നായിരിക്കുന്നോ അത്രത്തോളം ആ നാടും വീടും മെച്ചപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുക എന്ന് നമ്മൾ എപ്പോഴും പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അമ്മമാരെ കുറിച്ചല്ല, എങ്ങനെ ആരോഗ്യമുള്ളൊരു അമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും സമധാതുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 100 ദിവസത്തെ സൗജന്യ പരിശീലന പരിപാടികളാണ് നൽകുന്നത്. നെല്ലിനങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നെല്ലിനങ്ങളെ കുറിച്ച് പറയുന്നതിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നെല്ലിനത്തിനെയാണ് പരിചയപ്പെടുന്നത്. ഇത് ചെന്നല്ലാണ്. ചെന്നല്ലിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാനൊരു കർഷകയല്ല, പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരു കർഷകൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ചെന്നൽ എന്താണെന്ന് നോക്കാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മൂല്യങ്ങളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു നെല്ലിനം ചെന്നൽ എന്താണെന്ന് നമുക്ക് ലെനീഷ് ഏട്ടൻ പരിചയപ്പെടുത്തി തരും. അപ്പോൾ ലെനീഷ് ഏട്ടാ, ചെന്നലിനെ കുറിച്ചുള്ള വിവരങ്ങൾ. ഇത് വലിയ ചെന്നൽ എന്ന് പറഞ്ഞൊരു ചെന്നല്ലിനാണ്. അപ്പം ചെന്നല് ഔഷധ നെല്ലിനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെന്നല്. നമുക്ക് ഏകദേശം 4ഓളം ചെന്നലിനങ്ങൾ വടക്കൻ കേരളത്തിൽ കൃഷി ചെയ്തിരുന്നു. അതിൽ 2 ചെന്നല് വയനാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. വലിയ ചെന്നലും കണ്ണിച്ചെന്നലും. കണ്ണൂർ ജില്ലയിൽ ചെന്നല് ചുവന്ന ചെന്നല്, വെള്ളച്ചെന്നല്, ഇങ്ങനെ 2 ചെന്നല് കണ്ണൂർ ജില്ലയിലും കാണാം. അപ്പോൾ അതിൽ തന്നെ വയനാട്ടിലുള്ളതിൽ നമ്മളെ കണ്ണിച്ചെന്നലും വലിയ ചെന്നലും. ഇത് വലിയ ചെന്നലാണ്. അപ്പോൾ ഈ വലിയ ചെന്നലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതൊരു ഔഷധ നെല്ലാണ്, നിത്യോപയോഗത്തിന് എടുക്കാം, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരു സ്റ്റാറാണ്, നെല്ലിൽ തന്നെ ഒരു സ്റ്റാറാണ് ഈ വലിയ നെല്ല്. കണ്ണിച്ചെന്നലും നേരെ മറിച്ചാണ്. നമ്മളത് ഇതേപോലെ കാഴ്ചക്കൊക്കെ ഉണ്ടാവും, പക്ഷേ കുറേ കൂടി മാർദ്ദവും മധുരമുള്ളൊരു അരിയാണ്. പ്രായമുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് കണ്ണിച്ചെന്നൽ ഉപയോഗിക്കുക. പ്രായമുള്ള ഒരാൾക്ക് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിച്ചെന്നൽ കൂടുതൽ ഉപയോഗിക്കാം. പക്ഷേ വലിയ ചെന്നൽ വരുന്ന സമയത്ത് വലിയ ചെന്നൽ കൂടുതലായിട്ട് അറിയപ്പെടുന്നത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു അരിയായിട്ടാണ് അറിയാം. മുമ്പൊക്കെ വയനാട്ടിലെ ആളുകളിലൊക്കെ ഗർഭിണികൾക്ക് മൊത്തം ആ സമയങ്ങളിൽ മൊത്തം ചെന്നലിൻ്റെ ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞാൽ പാലൂട്ടുന്ന സമയത്ത് ചെന്നലിൻ്റെ പാൽക്കഞ്ഞി വെച്ച് കൊടുക്കും. ചെന്നലിൻ്റെ അരി കൊണ്ട് കഞ്ഞി വെച്ചിട്ട് അതിൽ തേങ്ങാപ്പാലോ ചേർത്തിട്ട് കൊടുക്കും. പാൽക്കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുലപ്പാൽ വർദ്ധിക്കും. അപ്പം കുട്ടികൾക്ക് കൂടുതൽ പാൽ കിട്ടാൻ വേണ്ടി പാൽക്കഞ്ഞി ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അതുപോലെ ഇത് സാധാരണ എന്താ പറയുക, സ്ത്രീകൾക്ക് ഇത് സ്ഥിരമായി കഴിക്കുന്ന സമയം സ്ത്രീകളുടെ ഒരു പ്രത്യുൽപാദന ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടും. അപ്പോൾ അതുകൊണ്ട് പാല് അത് ഒരു ഫീഡിങ്ങിൻ്റെ സമയത്ത്, അല്ലാതെ മുമ്പ് ചെറിയ പെൺകുട്ടികളാകുന്ന സമയത്ത് തന്നെ ചെന്നല് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യം നന്നായി വർദ്ധിക്കാൻ സഹായിക്കും. പിന്നീട് ഒരുപാട് ഗർഭാശയ മുഴകളൊക്കെ ചെന്നല് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കുറേ അനുഭവങ്ങളും കുറേ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളത് കൊണ്ടുവന്ന ആൾക്കാരെ കുറേ അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ നീര് വരുമല്ലോ, ഈ സ്ത്രീകൾക്കും അത്ര പുരുഷന്മാർക്കൊക്കെ നീര് വരും. ആ നീർക്കെട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു അരിയാണ്. ഇതിൻ്റെ അരി കൊണ്ടുള്ള കഞ്ഞി സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരിൽ നീര് കുറയാറുണ്ട്. അതുപോലെ നീര് കുറയുന്നത് മാത്രമല്ല, ചെന്നല് പോലത്തെ അരികൾ, ചെന്നല് പോലെ മറ്റു ചില അരികളുണ്ട്. അതിൽ ചെന്നല് കഴിക്കുന്ന ആൾക്കാർക്ക് പൊണ്ണത്തടി സാധാരണ വരാറില്ല. ചില ആരോഗ്യം ഉണ്ടാവും, തടി വലിയ ചില പിത്തം, ചില പൊണ്ണത്തടി വരില്ല. അതൊരു ഫിറ്റ്നസ് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നല്ല എനർജറ്റിക് ആയ നല്ല ഊർജ്ജം നമുക്കുണ്ടാവും, ശരീരക്ഷമത നന്നായി വർദ്ധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞ ഔഷധ ആവശ്യങ്ങളാണ് പറഞ്ഞത്. ഇത് കൂടാതെ നമുക്ക് ചോറുണ്ടാക്കാം, എല്ലാ പലഹാരം ഉണ്ടാക്കാം, പുട്ടൊക്കെ ഉണ്ടാക്കാം, ഉണ്ണിയപ്പം, കൽത്തപ്പം, കാരം, ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളെ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയാണ്. അപ്പം നമുക്കിത് വിവിധ ഉദ്ദേശങ്ങൾക്ക് ഉപയോഗിക്കാം. ഔഷധം ഉപയോഗിക്കാം, നിത്യഭക്ഷണത്തിൽ ഉപയോഗിക്കാം, പലഹാരങ്ങൾക്ക് ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അരിയാണ് ചെന്നല്. ഇപ്പോൾ വയനാട്ടിൽ വളരെ കുറവാണ്.
ഇപ്പോൾ കുറച്ച് കർഷകർ മാത്രമേ ചെന്നൽ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ വിളവ് താരതമ്യം മറ്റു പല നെല്ല് താരതമ്യം കുറച്ച് കുറവായതുകൊണ്ട് കർഷകർ ഇപ്പോൾ എന്താ പറയുക, ഇത് എൻ്റെ ഏരിയ കുറച്ച് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം അറിഞ്ഞിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ആണെങ്കിൽ പ്രശ്നം ഇല്ല. നമുക്കിത് കുറച്ച് വില കൂടുതലാണെങ്കിൽ പോലും പലപ്പോഴും കർഷകരിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് സാധാരണ അരിയെ താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ വില വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗുണം മറ്റ് അരികളിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടാൻ പറ്റുന്ന ഒരു നല്ലൊരു അരിയാണ് ചെന്നൽ. അതാണ് ചെന്നലിനെ പറ്റി പൊതുവെ പറയാനുള്ള കുറച്ച് നമ്മൾ തന്നെ കുറച്ച് സമധാതുവിന്റെ കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ ബിഗർ പ്ലസ് എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൽ നമ്മൾ സമധാതുവിന്റെ ഉൽപ്പന്നത്തിൽ ചെന്നൽ ചേർക്കുന്നുണ്ട്. പിന്നെ ചെന്നൽ അരിയായിട്ട് തന്നെ നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡയാബാൻ എന്ന് പറയുന്ന ഷുഗർ, ഡയാബാനിൽ നമ്മൾ ചേർക്കുന്ന മെയിൻ ആയിട്ടുള്ള അരി തവിടോട് കൂടി, എല്ലാം തവിടോട് കൂടിയാണ് ഉപയോഗിക്കുന്നത്. തവിട് കുറച്ച് കളഞ്ഞിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ തവിടോട് കൂടിയുള്ള അരിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സമധാതുവിലെ 2 പ്രൊഡക്റ്റ് ബിഗർ പ്ലസിലും ഡയാബാനിലും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന അരി വലിയ നെല്ലാണ്. ഇതൊക്കെയാണ് ചെന്നലിനെ പറ്റിയിട്ടാണ് കൂടുതൽ നമുക്ക് പറയാനുള്ളത്. ഇത് ചെന്നലിന്റെ വലിയ നെല്ലും വയനാടിന്റെ ഒരു തനതിനാണ്. കേരളത്തിന്റെ മറ്റൊരു ഭാഗത്തും വലിയ നെല്ല് കൃഷി ചെയ്യുന്നില്ല. പുറത്ത് വരുന്ന സമയത്തും സീസൺ, ഈ വയനാട്ടിലെ സീസണിലാണ് കുറെ കൂടി തണുപ്പാണ്. ഈ ഒരു ഡിസംബറിൽ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ആദ്യത്തെ കതിരിടാം, ഡിസംബറിലാണ് കൊയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ സീസണിലാണ് കുറെ കൂടി നന്നായി വരിക. അപ്പോൾ നോക്കിക്കേ, നമ്മളെ നാട്ടിൽ തന്നെയുള്ളൊരു ഇനമാണ്. നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനോ വേണ്ടി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം. ശരിക്കും കേരളത്തിൻ്റെ വൈവിധ്യം നമ്മൾ പുസ്തകങ്ങളിൽ വായിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞറിയേണ്ടതോ അല്ല. നമ്മുടെ നാടിൻ്റെ തുടിപ്പുള്ളത് നമ്മുടെ കർഷകരിലും നമ്മുടെ നാട്ടറിവുകളിലുമാണ്. അപ്പോൾ ചെന്നലിൻ്റെ മഹത്വമാണ് ഇന്ന് നമ്മൾ പറഞ്ഞത്. എവിടേക്കോ അറിഞ്ഞിരിക്കുന്ന അറിവുകളാവാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെൽവിത്തുകളാവാം. പക്ഷേ ഇവയൊക്കെ ഒന്ന് സംരക്ഷിച്ച് നോക്കിയാലോ. നമ്മളൊരു മരുന്ന് കഴിച്ച് ഒരു രോഗം മാറ്റുന്നതിനേക്കാൾ നമ്മൾ നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യം ഉണ്ടാക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെന്നലിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അമ്മമാർക്ക് വേണ്ടി, നല്ല തലമുറകൾക്ക് വേണ്ടി, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും സമധാതു എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്, നല്ലൊരു തലമുറയെ, ആരോഗ്യമുള്ള ബോധവാന്മാരായിട്ടുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഒരുപാട് നെല്ലുൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ നെല്ലുകളാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചെന്നല് അല്ലെങ്കിൽ വലിയ ചെന്നല് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ കഴിയുന്നതും നിത്യഭക്ഷണത്തിൽ ഇങ്ങനത്തെയൊക്കെ അരികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. വിദേശ സംസ്കാരത്തിൽ നിന്ന് ഇതൊക്കെ മാറി ആരോഗ്യമുള്ളൊരു തലമുറയാവാൻ, അല്ലെങ്കിൽ എല്ലാവരും ലോക്ക്ഡൗണൊക്കെ വന്നപ്പം സ്വയം പര്യാപ്തതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ടതൊക്കെ നമ്മൾ തന്നെ കൃഷി ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ നമ്മുടെ ചെന്നലിനെയും നമ്മുടെ കൃഷികളിലൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനത്തെ കൂടുതൽ വിവരങ്ങൾക്കും ചെന്നലിനെ കുറിച്ചുള്ള കൂടുതൽ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് സമധാതുവിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ വീഡിയോസ് ഉണ്ട്. നമ്മൾ ചെന്നൽ വെച്ചുണ്ടാക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമ്മളെ കോൺടാക്റ്റ് നമ്പർ ഉണ്ട്, നമ്മളെ ബന്ധപ്പെടാം. ഇങ്ങനത്തെ ഓരോ പുതിയ പുതിയ അറിവുകൾക്കായിട്ട് എല്ലാവരും സമധാതുവിൻ്റെ പുതിയ വീഡിയോസ് കാണുക, അതൊക്കെ ഷെയർ ചെയ്യുക. അറിവുകൾ നേടിയെടുക്കുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതും അതിലും മനോഹരമായ മറ്റൊരു കാര്യമാണ്. അതും ഒരു അറിവിനേക്കാൾ വലിയൊരു തിരിച്ചറിവാണത്. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാവർക്കും ഇത്തരം വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം. എല്ലാവരിലും ഇതെല്ലാം എത്തിച്ചേർന്ന് നമ്മുടെ നാടിൻ്റെ പഴമയുടെ ആ ഒരു പുണ്യത്തിനെ അല്ലെങ്കിൽ അവരുടെ മൂല്യങ്ങളെ വീണ്ടെടുത്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചെന്നലാണ് പറയുന്നത്. വരുന്ന വീഡിയോയിൽ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ നാടൻ അറിവുകളും അല്ലെങ്കിൽ പുതിയ കൃഷിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. ചെന്നലിൻ്റെ കുറച്ച് ഉൽപ്പന്നങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ എല്ലാവരും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.